സർ, ലോകത്ത് മാധ്യമങ്ങൾക്ക് അതീവ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ മീഡിയ ഈസ് എ പവർ വെപ്പൺ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് ലോക നേതാക്കൾ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ ചെലുത്തുന്ന വലിയൊരു സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇവരിൽ ചെലുത്തുന്ന വലിയൊരു സ്വാധീനമുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ യൂറോപ്യൻ സന്ദർശനത്തിനിടെ നോർവീജിയൻ മാധ്യമ പ്രവർത്തകയുടെ ചോദ്യം, അതിനുശേഷമുള്ള അവരുടെ ട്വിറ്റർ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യൽ, അതിനെ തുടർന്നുള്ള വിവാദം, ഇതൊക്കെ വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ള ഒരൊറ്റ വാക്കിന്മേലാണ്. എന്റെ ചോദ്യവും അത് തന്നെയാണ്. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കൾ, ഇന്ത്യയുടെ നേതാക്കൾ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒരു വിലങ്ങുതടിയാവുന്നുണ്ടോ? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ എന്നാണ് നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കണക്ക് ഞാൻ പറയാം. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന ഒരു സന്നദ്ധ സംഘടനയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ വാർഷിക റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് 180 ലോക രാഷ്ട്രങ്ങളിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 157 മാത്രം ആണ്. തൊട്ടടുത്തുള്ള ശ്രീലങ്കയുടെ സ്ഥാനം 134, ബംഗ്ലാദേശിൻ്റേത് 152. പാകിസ്ഥാനിൽ തന്നെ നമ്മളെക്കാട്ടിലും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ 153, ഭൂട്ടാനിൽ 150 ആണ്. അപ്പോൾ തൊട്ടയൽ രാജ്യങ്ങളെക്കാട്ടിലും മാധ്യമ സ്വാതന്ത്ര്യം കുറവുള്ള രാജ്യമാണ് ഇന്ത്യ. നോർവേ ആണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. നെതർലൻഡ്സ് രണ്ടാം സ്ഥാനത്ത്, എസ്റ്റോണിയ, സ്വീഡൻ, ഫിൻലാൻഡ്, ഡെൻമാർക്ക്, തായ്ലൻഡ്, സ്വിറ്റ്സർലാൻഡ്, ചെക്ക് റിപ്പബ്ലിക് എന്നിവയാണ് ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. ദക്ഷിണ ഏഷ്യയിൽ 87ാം റാങ്കിങ്ങുമായി നേപ്പാളാണ് ഒന്നാം സ്ഥാനത്ത്. എന്തുകൊണ്ടാണ് മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൽ പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നത്? നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രസ് ഫ്രീഡത്തിന്, മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക വ്യവസ്ഥയൊന്നും ഇല്ല. പല രാജ്യങ്ങളിലും അതുണ്ട്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അത് രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ മതവിശ്വാസങ്ങളിലൊക്കെ വ്യാപരിക്കാനുള്ള പൗരരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യവും കണക്കാക്കപ്പെടുന്നത്. പക്ഷെ അത് ആ സ്വാതന്ത്ര്യത്തിന് തന്നെ ചില റീസണബിൾ ആയിട്ടുള്ള ന്യായയുക്തമായ ചില നിയന്ത്രണങ്ങളുണ്ട്. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷെ ഈ നിയന്ത്രണങ്ങൾക്ക്, അത് വളരെ ബ്രോഡായിട്ടുള്ള വിശാലമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലം മുതൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 4 നെടും തൂണുകൾ ഒന്നാണ് മാധ്യമങ്ങൾ. 4 പില്ലേഴ്സിൽ ഒന്നാണ് ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമങ്ങൾ. പക്ഷെ എന്തുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും പിന്നാക്കം മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ നേടിയിട്ടുള്ളത്? കഴിഞ്ഞ ദിവസത്തെ അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിച്ച സംഭവം, നമ്മുടെ പ്രധാനമന്ത്രിയുടെ വടക്കൻ യൂറോപ്യൻ പര്യടന വേളയിൽ നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറുമായി നരേന്ദ്രമോദി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിന്റെ അവസാനം ഗാഡ്വിസൺ എന്ന നോർവേജിയൻ പത്രത്തിന്റെ ലേഖിക ഹെല്ലെ ലിങ് ഒരു ചോദ്യം ചോദിച്ചു. പത്രസമ്മേളനം കഴിഞ്ഞ് ചോദ്യങ്ങൾക്ക് ഇട നൽകാതെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ്, എന്തുകൊണ്ട് താങ്കൾ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല എന്നായിരുന്നു ഹെല്ലെ ലിങ്ങിന്റെ ചോദ്യം. അതിന് മോഡി ഉത്തരം പറഞ്ഞില്ല. അത് വലിയ അന്താരാഷ്ട്ര ചർച്ചയായി. അതിനെ തുടർന്ന് ഈ മാധ്യമ പ്രവർത്തകയുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടതായി അവർ ആരോപിച്ചു. അവിടെ ഏഷ്യൻ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിദേശകാര്യ സെക്രട്ടറി, മലയാളിയാണ്, സിസി ജോർജ്, ഒരു പത്രസമ്മേളനം നടത്തി അതിനെ ന്യായീകരിച്ചു. കാര്യം ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ വലിയ മാധ്യമ സ്വാതന്ത്ര്യം ഉള്ള രാജ്യങ്ങളിൽ പെടും ഇന്ത്യ. 90 കോടി സ്മാർട്ട് ഫോണുകൾ ഉണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എണ്ണമറ്റ ന്യൂസ് ചാനലുകൾ ഒക്കെയുള്ള ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം വിചാരിക്കുന്ന പോലെ നിയന്ത്രിതമല്ല എന്നാണ് അദ്ദേഹം നൽകിയിട്ടുള്ള ഉത്തരം. പക്ഷെ വസ്തുതകൾ അതല്ല
എന്ന് നമുക്കറിയാം. അതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഇന്ത്യയിലെ കുത്തക മുതലാളിമാരുടെ കോർപ്പറേറ്റ് ശക്തികളുടെ കയ്യിലാണ് പ്രധാനപ്പെട്ട അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ എന്നുള്ളതാണ്. അവരെപ്പോഴും ഭരിക്കുന്ന കക്ഷിയെ തലോടിക്കൊണ്ടിരിക്കും. പിന്നെ അവർക്ക് സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്, നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. റിലയൻസ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലാണ് CNBC ചാനൽ, TV18, CNN ന്യൂസ് 18, സ്റ്റാർ ന്യൂസ്, സ്റ്റാർ വേൾഡ്, ജിയോ ഹോട്ട്സ്റ്റാർ, നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒഴികെയുള്ള ഏഷ്യാനെറ്റ് എന്റർടൈൻമെന്റ് നെറ്റ്വർക്ക് മുഴുവനും റിലയൻസിന്റെ കീഴിലാണ്. ഗൗതം അദാനിയുടെ ഉടമസ്ഥതയിലാണ് NDTV. ഏറ്റവും സ്വതന്ത്രമായ പ്രണയ് റോയ് സ്ഥാപിച്ച ആ മാധ്യമം ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോവുകയും ഗൗതം അദാനിയുടെ കയ്യിൽ അകപ്പെടുകയും ചെയ്തു. അവരുടെ തന്നെയാണ് IANS ന്യൂസ് ഏജൻസി. ജെയിൻ ഫാമിലി വർഷങ്ങളായിട്ട് ജെയിൻ കുടുംബത്തിന്റെ കയ്യിലാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിന്റെ പ്രസിദ്ധീകരണങ്ങളും മൊത്തം. ടൈംസ് ഗ്രൂപ്പ്, എക്കണോമിക് ടൈംസ്, നവഭാരത് ടൈംസ്, ET നൗ, ടൈംസ് നൗ തുടങ്ങിയ ഒട്ടേറെ ഇലക്ട്രോണിക് അച്ചടി മാധ്യമങ്ങൾ, മിറർ നൗ, മാത്രമല്ല റേഡിയോ മിർച്ചി നെറ്റ്വർക്കും. SL ഗ്രൂപ്പിന്റെ കയ്യിലാണ് C നെറ്റ്വർക്കുകൾ മുഴുവൻ. അവർക്ക് ധാരാളം ന്യൂസ് ചാനലുകളും ഉണ്ട്. ആദിത്യ ബിർളയുടെ കയ്യിലാണ് ഇന്ത്യ ടുഡേയും ആജ് തക്കും. അങ്ങനെ ധാരാളം ഇന്ത്യയിലെ പ്രമുഖ ഇംഗ്ലീഷ്, ഹിന്ദി, പ്രാദേശിക ഭാഷാ ദിനപത്രങ്ങളും മാധ്യമങ്ങളും. തമിഴ്നാട്ടിലെ മാരൻ, നേരെ മുരശലി മാരന്റെയൊക്കെ പിൻഗാമികളുടെ കയ്യിലാണ് സൺ നെറ്റ്വർക്ക് TV മുഴുവനും. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമസ്ഥരിൽ ഒരാൾ മേജർ ചങ്ക് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന സ്ഥാപനത്തിൻ്റെതാണ്. രാജീവ് ചന്ദ്രശേഖറാണ് അതിൻ്റെ ഉടമസ്ഥൻ. ഒരു കാര്യം ഇവിടെ പറയേണ്ടതുണ്ട്. ഏഷ്യാനെറ്റ് സ്ഥാപിക്കപ്പെട്ട കാലം മുതൽ, സ്ഥാപകൻ ശശികുമാറാണ്, സ്ഥാപിക്കപ്പെട്ട കാലം മുതൽ അതൊരു ജേർണലിസ്റ്റ് ന്യൂസ് പേപ്പർ, നമ്മൾ മാതൃഭൂമിയെ വിളിക്കുന്നത് പോലെ ഒരു ജേർണലിസ്റ്റ് ടെലിവിഷൻ ചാനൽ ആണ് ഏഷ്യാനെറ്റ്. ഉടമസ്ഥരുടെ സ്വഭാവം, അവരുടെ രാഷ്ട്രീയ വിശ്വാസങ്ങളൊന്നും ഏഷ്യാനെറ്റിനെ ബാധിച്ചിട്ടില്ല എന്നൊരു പോസിറ്റീവ് വശം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. പക്ഷേ ഈ മാധ്യമ സ്ഥാപനങ്ങൾ പൊതുവിൽ ഭരിക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുകയും യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ വഴങ്ങാത്ത മാധ്യമ സ്ഥാപനങ്ങൾ തകർക്കാൻ സർക്കാരുകൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെയും ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥർ മേൽ പകയോട് കൂടിയുള്ള നടപടികൾ, ED വിടുന്നു, കേസുകൾ ചാർജ് ചെയ്യുന്നു, അങ്ങനെ ധാരാളം പത്രപ്രവർത്തകർ അറസ്റ്റ് ചെയ്യുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനം ഈ മൂലധനത്തിലുള്ള ഈ കുത്തകവൽക്കരണമാണ്. മാധ്യമങ്ങൾക്ക് സത്യം മാത്രമേ മാധ്യമങ്ങൾ പറയാൻ പാടുള്ളൂ എന്നാണ്. പിന്നീട് വന്നിട്ടുള്ളത് നിയമനിർമ്മാണത്തിൽ വന്ന വെള്ളം ചേർക്കലുകളാണ്. നമ്മൾ വിവരാവകാശ നിയമം കൊണ്ടുവരുമ്പോൾ ഇന്ത്യയിലെ ഏതൊരു പൗരനും പാർലമെന്റ് അംഗങ്ങളെ പോലെ ചോദ്യങ്ങൾ ചോദിക്കാനും വിവരങ്ങൾ തേടാനുമുള്ള അവകാശം എന്ന അതിവിപ്ലവകരമായ നിയമത്തിന് മേൽ പിന്നീട് എത്രയോ വെള്ളം ചേർക്കലുകൾ ഉണ്ടായി. സർക്കാരുകൾക്ക് ജനങ്ങൾ ചോദ്യം ചോദിക്കുന്ന ഇഷ്ടമല്ല. മാധ്യമ പ്രവർത്തകർ ദശാബ്ദങ്ങളായി അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ആയുധമായി ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇപ്പോൾ അതിൻ്റെ മുഴുവൻ ശക്തിയും നഷ്ടപ്പെട്ട് കടലാസിൽ മാത്രം അവശേഷിക്കുന്നു. കാര്യം പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന വിഭാഗത്തിൽപ്പെടുത്തി മിക്ക വിവരങ്ങളും നിരാകരിക്കപ്പെടുന്നു. അതിന് സർക്കാരിൻ്റെ പിന്തുണയും ഉണ്ട്. മറ്റുള്ളത് ഒട്ടേറെ മാധ്യമ പ്രവർത്തകർ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പൊതു സുരക്ഷാ നിയമം UAPA പ്രകാരം ഒട്ടേറെ മാധ്യമ പ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. മാനനഷ്ട കേസുകൾ അവർക്കെതിരായി ഫയൽ ചെയ്യപ്പെടുന്നു. അതിന് BJP സർക്കാരുകൾ മാത്രമല്ല ഉത്തരവാദികൾ. അവിടെ വലിയ നേതാവായിരുന്ന ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആൾക്കാർ, കാർട്ടൂൺ വരച്ച ആൾക്കാരെ പോലും അവർക്കെതിരായി മാനനഷ്ട കേസെടുത്ത സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാർ പോലും കാർട്ടൂണിന്റെ പേരിൽ, കാർട്ടൂൺ ഷെയർ ചെയ്തതിന്റെ പേരിൽ IT ആക്ട് അനുസരിച്ച് ആൾക്കാർക്കെതിരായി കേസുകൾ ഫയൽ ചെയ്ത അനുഭവവും നമ്മുടെ മുന്നിൽ ഉണ്ട്. ഇത് മാത്രമല്ല,
ഈ യെസ്. സാമ്പത്തിക നിയന്ത്രണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യം അവര് മുഴുവനും വ്യവസ്ഥാപിതമായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ജോലി സാഹചര്യമല്ല മിക്ക മാധ്യമങ്ങളിൽ ഉള്ളത്. കോൺട്രാക്ച്വൽ ലേബർ എന്നത് ഏറ്റവും വലിയ പിന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു പ്രശ്നമാണ്. കാര്യം നാളെ രാവിലെ ഓഫീസിൽ ചെല്ലുമ്പോഴായിരിക്കും താങ്കളുടെ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഉത്തരവ് കിട്ടുന്നത്. സ്ഥിരം നിയമനങ്ങളും പരമ്പരാഗത രീതിയിലുള്ള തൊഴിൽ സുരക്ഷയുള്ള നിയമന വ്യവസ്ഥകളും അവസാനിച്ചതോടുകൂടി മാധ്യമ സ്വാതന്ത്ര്യം, മാധ്യമങ്ങൾ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് അത് വിലങ്ങ് തടിയായിട്ടുണ്ട്. പിന്നുള്ളത് സാമൂഹിക പരിസ്ഥിതിയാണ്. അത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ സമൂഹത്തിലെ മുകൾ തട്ടിലുള്ളവരുടെ, മാധ്യമ പ്രവർത്തകരിൽ ഭൂരിപക്ഷവും സമൂഹത്തിലെ മുകൾ തട്ടിലുള്ള വിഭാഗത്തിൽ നിന്ന് വന്നവരാണ്. കേരളത്തിലെ വളരെ പാരമ്പര്യമുള്ള പത്രങ്ങൾ ഉൾപ്പെടെ ദളിത് വിഭാഗത്തിൽ നിന്ന്, ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ തീരെ കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒട്ടേറെ കാരണങ്ങളാണ് ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം പരിതാപകരമായി താഴ്ന്നു നിൽക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത്. ഇതൊന്നും പ്രസ് കമ്മീഷൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കുത്തക മുതലാളിമാർക്ക്, വ്യവസായികൾക്ക് മാധ്യമങ്ങൾ ആരംഭിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല, അവകാശം കൊടുക്കാൻ പാടില്ല എന്ന് പണ്ട് തന്നെ 50കളിൽ തന്നെ പ്രസ് കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നീട് വന്ന സർക്കാരുകൾ ഉദാരവൽക്കരണത്തിന്റെ കാലത്ത് വിദേശ നിക്ഷേപം തന്നെ മാധ്യമ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. സത്യം അന്യമായിക്കൊണ്ടിരിക്കുന്നു. മാധ്യമ പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യവും അന്യമായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ. യെസ്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഏറ്റവും വളർന്ന നിലയിൽ അല്ലെങ്കിൽ ഏറ്റവും ഉദാരമായ നിലയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ അന്യം നിൽക്കുകയാണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും അന്യമാവുകയാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, പ്രധാനമന്ത്രിയുമായി സംബന്ധിച്ച വിവാദത്തിനൊടുവിൽ നമ്മൾ കേട്ട മറ്റൊരു പ്രസ്താവന എന്ന് പറയുന്നത് സാർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വലിയ വില നൽകുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ മാധ്യമ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നൊരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. അതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം, പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.